ഹോല ആമിഗോസ്, എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതിപ്പോൾ ഒരു ചെറിയ വേളാങ്കണ്ണി പോക്കുമായിരുന്നു. ആൻഡ് ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളും ഈ വീഡിയോയിലുള്ളത്. ഞങ്ങളുടെ വിവാഹശേഷമാണ് ഫസ്റ്റ് ടൈം ഞാൻ വേളാങ്കണ്ണി പോകുന്നത്. പണ്ടു തൊട്ടേ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്കിലും പക്ഷെ കൊണ്ടുപോകാൻ ആരുമില്ലായിരുന്നു. എൻ്റെ കൊച്ചിലെ എൻ്റെ അമ്മച്ചിയുടെ കൂടെ ഇരുന്ന് വേളാങ്കണ്ണി മാതാവ് എന്നൊരു TV സീരിയൽ വഴിയാണ് ഞാനും വേളാങ്കണ്ണി മാതാവുമായിട്ട് കണക്ഷൻ വന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായിരുന്നു. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എൻ്റെ ഈ ഒരു ഡ്രൈവിംഗ് ക്രേസ് കാരണമാണ് ഒരു റോഡ് ട്രിപ്പ് ആക്കിയത്. ഈ XUV 700 ഞങ്ങളുടെ ഈ റോഡ് ട്രിപ്പിനെ സ്പോൺസർ ചെയ്ത് നിസാരംഗിന് ഒരു പ്രത്യേക നന്ദി അറിയിച്ചുള്ളൂ. കേരളം വിട്ടാൽ പിന്നെ എന്ത് രസമാണെന്നറിയോ വണ്ടി ഓടിക്കാൻ. ഒരു വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ്, കൂടുതലും കൃഷിസ്ഥലങ്ങളാണ് കാണാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലെ റോഡുകളെ പറ്റിയിട്ട് കേട്ടിട്ടേ ഉള്ളായിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. പാട്ടൊക്കെ ഇട്ടൊരു വൈബൊക്കെ പിടിച്ച് അങ്ങ് പോവുക ഞാൻ. വൺസ് എൻ്റെ കയ്യിൽ സ്റ്റിയറിംഗ് കിട്ടിയാൽ പിന്നെ ഇരുന്നങ്ങ് ഓടിച്ചോളും. ഒരു മടുപ്പും ഇല്ലാണ്ട് എത്ര വേണേലും ഞാൻ ഓടി. ഒരുമാതിരിപ്പെട്ട എല്ലാ ബോയ്സും ഇങ്ങനെ തന്നെയാവും. നൈസായിട്ടൊന്ന് കാല് കൊടുത്ത് ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴത്തേക്കും ഇതാ വരുന്ന അടുത്ത പതിക്കേട്. എൻ്റെ പൊട്ടനും ഞാനും കൂടെ ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ബട്ട് 3 ഇയേഴ്സ് കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ എല്ലാവരെയും കണ്ട് സംസാരിച്ച് ഓരോ ഫംഗ്ഷൻസും അറ്റൻഡ് ചെയ്ത് ടൈം അങ്ങ് പോയി. ഇത് കാണുന്ന പ്രവാസികളുടെ എല്ലാവരുടെയും അവസ്ഥ ഒരുമാതിരിപ്പെട്ട എല്ലാം ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ബട്ട് കാർ ഓടിക്കുന്ന സമയത്ത് ഇതൊന്നും നടക്കില്ല. യൂട്യൂബർ ആവണമെന്നുള്ള ശ്രമമാണേലും ചില മൊമെൻറ്റ്സ് റിയൽ ടൈമിൽ എൻജോയ് ചെയ്യുമ്പം വീഡിയോസ് എടുക്കാൻ മറന്നു പോകും. ഇത് ശരിക്കും കംപ്ലീറ്റ് ഒരു റോഡ് ട്രിപ്പ് തന്നെയായിരുന്നു. പള്ളി പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഫ്രഷപ്പ് ആവാൻ വേണ്ടി മാത്രമാണ് ഒരു റൂം എടുത്തത്. കണ്ടിന്യൂസ് ഓടിച്ചോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഇടയ്ക്ക് നിർത്തി. ഞങ്ങളിടയ്ക്ക് കരിക്കൊക്കെ കുടിച്ചിരുന്നു, പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു 9 hours ഡ്രൈവ് കഴിഞ്ഞ് വേളാങ്കണ്ണി എത്തി. ആൻഡ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ലപോലെ പ്രാർത്ഥിച്ചു. അവിടുന്ന് എല്ലാ പള്ളികളിലും കയറി ബീച്ച് സൈഡിലൊക്കെ പോയി രാത്രി തന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അടൂരെത്തി. പള്ളിയിൽ നിന്ന് ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ സിസ്റ്റർ ഓസ്ട്രേലിയക്ക് പോവുമായിരുന്നു. അതിനു മുന്നേ ഞങ്ങൾ സ്ഥിരം പോകാറുള്ള പള്ളികളൊക്കെ വിസിറ്റ് ചെയ്തു. വൈകുന്നേരമാണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡൊക്കെ നൈസായിരുന്നു. ആൻഡ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ ഡേ അങ്ങ് എൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.